കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ച ദിവസമാണെന്ന്. ജനങ്ങളുടെ ഹിതമനുസരിച്ച്, അതായത് കേരളത്തിൽ പട നയിച്ചവൻ വി ഡി സതീശനാണ്, അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത്, അവരുടെ താല്പര്യത്തെ തന്നെ തീരുമാനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനം തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനായി തീരുമാനിച്ചുകൊണ്ട് വിവരം അറിയിക്കുമ്പോൾ സത്യത്തിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ അവർ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. കാര്യം ജനാധിപത്യമാണല്ലോ ഏറ്റവും വലുത്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വി ഡി സതീശനെയാണ് അനുകൂലിക്കുന്നത്. അതേസമയം കെ സി വേണുഗോപാൽ വേണം എന്ന് പറയുന്ന ജനപ്രതിനിധികളുമുണ്ട്. ഒരു വിഭാഗം രമേശ് ചെന്നിത്തല വേണമെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂ. അത് വാസ്തവമാണ്, അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. ഇവിടെ 10 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട്, ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്ത ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആരെയാണോ ആവശ്യപ്പെടുന്നത് അവരെ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ രമേശ് ചെന്നിത്തല എന്ന ഞാൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ച വ്യക്തി പക്ഷെ അതിന് ഘടക വിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. അതേസമയം കെ സി വേണുഗോപാൽ അവസാന നിമിഷം വരെ ഈ ദുരിതവും ഉണ്ടാക്കിയ ആളാണ്. അതായത് ഇത്തരത്തിലൊരു വിവാദം തന്നെ ഉണ്ടാക്കി വെച്ചത് ഒരുപക്ഷെ കെ സി വേണുഗോപാലാണെന്ന് പറയാം. അദ്ദേഹം പോലും വി ഡി സതീശന് സർവാത്മന പിന്തുണ കൊടുത്തു. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണമേൽക്കാൻ പോകുന്ന UDF ഭരണ നേതൃത്വത്തെ പൂർണ്ണമായും സഹായിച്ചുകൊണ്ട് താൻ നിലനിൽക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എങ്ങനെ നിൽക്കും, എന്ത് പ്രവർത്തിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് ആ രീതിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല അതല്ല ചെയ്തത്. രമേശ് ചെന്നിത്തല അപ്പോഴും താനാണ് സീനിയർ, തന്നെയായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. താനൊരു ഉടക്കിനോ വടക്കിനോ ഒന്നും പോയിരുന്നില്ല, ഒരു ഫ്ലക്സ് വെച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിരുന്നില്ല എന്ന മട്ടിൽ തന്നെ പരിഗണിച്ചില്ല എന്ന കാരണത്തിൽ എന്നെ നുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആ സീനിയോറിറ്റി വെറും ബാലിശമായി കണ്ട് വീടടച്ചു പൂട്ടി ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഇനി താൻ നിയമസഭയ്ക്കില്ല, മന്ത്രിയാകാൻ താല്പര്യമില്ല, നാളെ ഇനി നടക്കുന്ന പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പത്രക്കാർ കാണാതെ, ചാനലിൽ കാണാതെ പിന്നാമ്പുറത്ത് കൂടി മുങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത്. മോശമാണ്. കാരണം കേരളത്തില് മറ്റാര് വന്നാലും ഇന്നത്തെ സിറ്റുവേഷനിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും, അതായത് MLA-മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. MLA-മാർ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരായാലും വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരായാലും ആരായാലും ഇറങ്ങി നടക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വി ഡി നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്താ നിങ്ങൾക്ക് വി ഡി പറ്റാത്തതിന്റെ കാരണമെന്ന്. അദ്ദേഹമല്ലേ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ നയിച്ചത്. പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ സഹായിക്കാനാണ് മറ്റുള്ളവരെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കെ സി വേണുഗോപാൽ സഹായിച്ചിട്ടുണ്ടാവും, അതേപോലെ രമേശ് ചെന്നിത്തല സഹായിച്ചിട്ടുണ്ടാവും, കെ സുധാകരൻ, അതുപോലെ എന്തിന് ഇവിടെ രാഹുൽ മാങ്കൂട്ടം വരെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇലക്ഷന്റെ തലേന്ന് വരെ വീഡിയോകൾ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരത്തിൽ എല്ലാവരും സഹായിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പരിശ്രമിച്ചിട്ട് തന്നെയാണ് UDF-ന് ഇത്ര വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ വിജയത്തിൽ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരേപോലെ അർഹരായി വരുമ്പോൾ, അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വരും. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരായാലും അവരെ അംഗീകരിച്ചു കൊണ്ടുപോകലാണ് മറ്റുള്ളവർക്ക് നല്ലത്. അവിടെ സീനിയോറിറ്റിയോ പ്രായമോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഏറ്റവും ഉദാഹരണം തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ മതി. അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം മെനിഞ്ഞാന്ന് വന്ന പിള്ളേരാണ്. എന്നിട്ട് അവിടെ യാതൊരു വിഷയവുമില്ല, സുഖമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ മുഖ്യമന്ത്രി കസേര ആയപ്പോൾ തന്നെ തല്ലും വിളിയുമായി. ഇനിയിപ്പോ മറ്റ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി അടുത്ത തല്ലും വിളി നടക്കാൻ പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കസേര വി ഡി സതീശന് തന്നെ കൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോൾ ജനഹിതം മാനിച്ചുകൊണ്ട് ആ ജനങ്ങളാണ് MLA-മാരെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് MLA-മാർ തന്നിഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കേണ്ട, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തീരുമാനം എടുത്താൽ മതി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോഴാണ് നറുക്ക് വി ഡി സതീശന് വീണത്. എന്തായാലും വി ഡി സതീശന് വീണ ആ നറുക്ക് ഒരു നല്ല ഭരണമായി ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. പക്ഷെ അതിന് തടയിടുന്ന മട്ടിൽ ഇവിടെ രമേശ് ചെന്നിത്തല പെരുമാറിയത് ഒട്ടും ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായമില്ല. ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ഭരണ സംവിധാനത്തെ നന്നായി കൊണ്ടുപോവുക. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പിണറായി വിജയനൊന്നും അല്ല. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ അത്തരത്തിൽ ശക്തിയൊന്നുമില്ല. പിണറായി വിജയനായിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും അദ്ദേഹം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ ഏതോ 1-2 കാര്യങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ വകുപ്പുകളും അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ല. ഏതായാലും മറ്റുള്ളവർക്കൊക്കെ കുറച്ച് വകുപ്പുകൾ ആഭ്യന്തരമായാലും ധനകാര്യമായാലും പൊതുമരാമത്തായാലും ഇങ്ങനെ കൊടുക്കേണ്ടി വരും. എല്ലാവരും കൂടി ചേർന്നാണ് ഭരിക്കേണ്ടത്. അതിനുള്ള ആൾക്കാർ അവിടെ വേണ്ടേ? ഈ 102 പേരിൽ നിന്ന് തന്നെയല്ലേ അതൊക്കെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ
ബാക്കിയുള്ളവർ അതിന് നയിക്കാൻ വേണം. ശരിക്ക് രമേശ് ചെന്നിത്തല ചെയ്യേണ്ടിയിരുന്നത്, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, ആ മുതിർന്ന നേതാവ് തന്റെ ശിഷ്യനെ പിടിച്ച് മുന്നിലേക്ക് വെച്ച്, പെരുന്തച്ചൻ കളിക്കാതെ ആ ശിഷ്യനെ പിടിച്ച് മുന്നിൽ വെച്ചിട്ട് എടാ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു ഭരിപ്പിക്കുകയാണ് വേണ്ടത്. ഞാനുണ്ട്, നീ കയറിക്കോ, ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറയേണ്ട സ്ഥാനത്ത് നീ കയറിയത് ശരിയായില്ല, ഞാനില്ല, ഞാൻ എന്റെ വഴി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒളിച്ചുവിടുന്ന ഒരു രമേശ് ചെന്നിത്തലയാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എന്റെ വാചകങ്ങളെ ഞാൻ പിൻവലിക്കാം. അങ്ങനെയല്ല ഒരു നേതാവ് പെരുമാറേണ്ടത്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട്, കേരളത്തിലെ UDF നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഭരണമേൽപ്പിക്കുമ്പോൾ ആ ഭരണം മര്യാദയ്ക്ക് നടത്തുകയാണ് വേണ്ടത്. ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രയത്നിക്കാൻ വേണ്ടി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ആ സ്ഥാനത്ത് കേവലം അധികാരത്തിന് വേണ്ടി ഒളിച്ചുവിടുന്ന ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, എവിടെയും ഭൂഷണമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.